നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ജീവിതത്തിന് വിരാമം കുറിച്ച് നാട്ടിലേക്ക് മടങ്ങാനായി വിമാനത്താവളത്തിൽ എത്തിയ കണ്ണൂർ സ്വദേശി മരണത്തിന് കീഴടങ്ങി. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി 63 വയസ്സുകാരനായ ചമ്പാടൻ വിജയനാണ് റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് മരിച്ചത്. തെക്കു പടിഞ്ഞാറൻ മേഖലയായ അസീറിലെ ബനി അമീറിൽ കഴിഞ്ഞ 20 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതിനായി സ്പോൺസർ കഴിഞ്ഞ ദിവസമാണ് വിജയന് ഫൈനൽ എക്സിറ്റ് നൽകിയത്. അബഹയിൽ നിന്ന് ആഭ്യന്തര വിമാനത്തിൽ റിയാദിലെത്തിയ വിജയൻ അന്താരാഷ്ട്ര ടെർമിനലിലേക്ക് ബസ്സിൽ കയറിയ ഉടൻ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഉടൻ തന്നെ റിയാദിലെ കിങ് അബ്ദുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഫൈനൽ എക്സിറ്റിൽ നാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര എല്ലാ അർത്ഥത്തിലും അവസാനത്തെ യാത്രയായി. അബഹ വിമാനത്താവളത്തിൽ നിന്ന് റിയാദ് വഴിയായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. റിയാദ് ഡൊമസ്റ്റിക് വിമാനത്തിൽ ഇറങ്ങി ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് പോകാനായി കയറിയ ബസ്സിൽ വെച്ച് ഹൃദയാഘാതം അനുഭവപ്പെടുകയായിരുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ബന്ധുക്കളും സാമൂഹിക പ്രവർത്തകരും രംഗത്തുണ്ട്. റീജയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. സ്നേഹ, സ്വാതി എന്നിവർ മക്കളാണ്. അതേസമയം മലപ്പുറം പെരിന്തൽമണ്ണ മണലായ സ്വദേശി 44 വയസ്സുകാരനായ അബ്ദുൾ സലാം റിയാദിലെ ഇസ്താംബുൾ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. റിയാദ് സുലൈ ഏരിയയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ സലാം ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങവെയാണ് അപകടം സംഭവിച്ചത്. ഖബറടക്കം റിയാദിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അനന്തര കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ രംഗത്തുള്ള റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിംഗ് നേതാവ് സിദ്ദീഖ് തുവൂർ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.